നമ്മുടെ കൗമിൽ 80% മുശ്രിക്കിനോടൊപ്പമാണ്, 20% മാത്രം മുസ്ലിമിനോടൊപ്പമാണ്. ശരിയല്ലേ? ദീനിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഉമ്മത്തിന് പറഞ്ഞു കൊടുത്തില്ല കാര്യമൊന്നുമില്ല, ഫായിദ ഇല്ല. പിന്നെ പറയുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അത് കുഴപ്പമില്ല. ദേശീയ ഉത്സവമല്ലേ ഉസ്താദ് എന്നും പറയുന്നത്. ദേശീയത്തിൽ എവിടെ ഉത്സവം? ദേശീയത്തിൽ എവിടെ? കേന്ദ്രത്തിൽ വല്ല അവധി ഉണ്ടോ? ഉണ്ടോ? ഷെയർ മാർക്കറ്റിന് അവധി ഉണ്ടോ? റെയിൽവേക്ക് വല്ല അവധി ഉണ്ടോ? കേരളത്തിന്റെ ഒരു ഉത്സവം. തമിഴ്നാട്ടിൽ പൊങ്കൽ വെക്കുന്നത് തമിഴ്നാട്ടുകാർക്കാണ്. കേരളക്കാരന്റെ ഉത്സവം കേരളത്തിന്റെ ഉത്സവം, ദേശീയ ഉത്സവമൊന്നുമില്ല. അതിൽ നമ്മളതിന് ആ ഉത്സവത്തിൽ പങ്കെടുക്കണമെന്നില്ലല്ലോ. നമ്മൾ ആ ഉത്സവത്തിൽ പങ്കെടുക്കണമെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ മുസ്ലിങ്ങൾക്ക് ഇന്ന് ഓഫില്ല, അവർക്ക് ഇന്ന് ഡ്യൂട്ടി ചെയ്യണം. അതെന്തിനാ? ഹിന്ദുക്കൾക്ക് ഓഫ് കൊടുത്തു. അതിന്റെ കാരണം എന്താ? അപ്പൊ ആരുടെയാ ഈ ആഘോഷം? ജുമാ കഴിഞ്ഞിട്ട് ഇലവെട്ടി ഇരുന്ന് സദ്യ തിന്നാൻ വേണ്ടി നമ്മുടെ കാക്കാന്മാർ കൊതിച്ചിരിക്കുകയാണ്. താത്തായുമായിട്ട് കാക്കായുമായിട്ട് ഇലവെട്ടി ഇന്ന് നല്ലൊരു മുബാറക്കായ ദിവസമാണ്. മാവേലി അലൈഹിസ്സലാം വരും, റസൂൽ അവിടെ ഇരിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഇരുന്ന് നമുക്കിന്ന് ഇലവെട്ടി പായസം കുടിച്ച് റാഹത്തായിട്ട് തിന്നണം. ഇലയെല്ലാം വെട്ടി വെച്ച് കാക്ക റെഡിയാക്കിയിട്ടാണ് പള്ളിയിൽ വന്നത്. ഈ പോയ ഉടനെ വിളിച്ചിട്ട് ഉസ്താദിനെ വിളിക്കാഞ്ഞത് ഭാഗ്യം. പാത്യോതി തുടങ്ങാറുണ്ട്. പാത്യോതി തുടങ്ങിയ റാഹത്താണ്. മാവേലി അലി ഇസ്ലാമിന് ഒരു മൗലൂദ് ഓതിയിട്ട് നമുക്ക് റാഹത്തായിട്ട് തുടങ്ങിയാൽ. കാരണം 80% അതിലേക്കാ. യൂട്യൂബ് എടുത്തു വെച്ചോക്ക്, ഫേസ്ബുക്ക് എടുത്തു വെച്ചു. നമ്മുടെ താത്താമാര് മറ്റേ ഓണക്കോടി കൊടുത്ത് മറ്റേത് ചുരുട്ടി ഡാൻസും തവാഫും. സുബ്ഹാനല്ലാഹ്, എന്താ തവാഫ്? അതിനകത്ത് ആരാ? രണ്ടും കൂടെ വന്നുകൊണ്ട് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ. ഇതാണ് അപ്പൊ രണ്ടുമായി. മാവേലിക്കും കൂലി കിട്ടി, റസൂലുള്ളാഹിക്കും കൂലി കിട്ടി. ആ തലയിൽ തുണി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഔറത്തെല്ലാം മറച്ചിട്ടാണ്. വയറ് തുറന്ന് കിടന്നാലും കുഴപ്പമില്ല, ഔറത്ത് തലയിൽ തുണി റാഹത്തായിട്ട്. നമ്മുടെ കാക്കാമാർക്ക് വല്ല വിഷമമുണ്ടോ? കാക്ക ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് റീച്ച് കിട്ടാൻ വേണ്ടി യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കും. ഇതാ കണ്ടില്ലേ എൻ്റെ കെട്ടിയോളുടെ മൗലിദ് മാവേലി കണ്ടില്ലേ? നമ്മുടെ ഉമ്മത്തൊക്കെ എങ്ങോട്ടാ പോയ അബീബേ? ഇതൊക്കെ നമ്മൾ ഉലമാക്കൾ പറഞ്ഞു കൊടുത്താൽ നമ്മളെ ഒരുമാതിരി പുച്ഛിക്കും. താന് വിവരവും ബോധമൊന്നുമില്ല, ഈ ലോകത്തല്ലേ താമസിക്കുന്നത്. വിവരവും ബോധം ഉണ്ടെങ്കിൽ പള്ളി വരേണ്ട കാര്യമില്ലല്ലോ. ഇതേപോലെ അമ്മക്കും കിടന്ന് കളിച്ചാൽ പോരെ? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? നമ്മുടെ ജോലി ഇതല്ലേ? ഈ അംറു ബിൽ മഅറൂഫ്. ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബത്തിനോട് ചോദിച്ചു, കൈഫ ബികും ഇദാ തറക്തുമുൽ അംറ ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. നന്മ ഉപദേശിക്കലും തിന്മയെ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു കാലം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ എന്തായിരിക്കും സഹാബ? സഹാബത്ത് ചോദിച്ചു, ഇന്നഹാദാ ലകായിനു യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ സംഭവിക്കുവോ നബിയേ? സഹാബക്കളിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നന്മ പറഞ്ഞു കൊടുത്താൽ സ്വീകരിക്കുന്നവരാണ്. മോനെ ഇത് തിന്മയാടാ, ഇതിൽ നീ കൂട്ടി നിൽക്കല്ലേ കേട്ടോ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നവരായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇത് പറഞ്ഞു കൊടുത്താൽ ഉസ്താദിനെ കൊന്നുകളയും, അല്ലെ പള്ളിക്കാരെ ഒഴിവാക്കും, അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കും. ഉടനെ 10 ഇരട്ടി ആളുകളെ കൊണ്ടുവന്ന് അതിന് ഡബിൾ പരിപാടി നടത്തും. വാശിയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു കാലഘട്ടം വരും സഹാബ, കൈഫ ബിക്കും, അന്ന് നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല. ഇദാ തഗാ നിസാഉകും വഫസഖ ഫിത്യാതുകും, അന്നത്തെ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരികളുമായ നമ്മുടെ സമുദായം ആടിക്കുഴഞ്ഞ് അറുമാദിക്കുന്ന ഒരു കാലഘട്ടം സംജാതമാകും കേട്ടോ. സഹാബാക്കൾ അത്ഭുതത്തോടെ ചോദിച്ചു പോയി, അങ്ങനെയൊക്കെ സംഭവിക്കുവോ നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നഅം വഅശദ്ദു മിൻഹു, അതിനേക്കാൾ കടുപ്പമായ കോലത്തിലായിരിക്കും ആ കാലഘട്ടത്തിലെ സമുദായം എന്ന് കമാ ഖാല റസൂലുള്ളാഹ്. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാലം വരൂന്ന്. ആണും പെണ്ണും ഒക്കെ ഒരുമിച്ച് ആടും, ഡാൻസ് ആടും, അങ്ങനത്തെ ഒരു കാലം ഉണ്ടാകൂന്ന്. 1500-ാമത്തെ വർഷമാണിത്. ഈ 1500 വർഷം മുമ്പ് പറഞ്ഞത് ഹബീബായ തങ്ങൾ പറഞ്ഞത് ഇന്ന് നമുക്ക് നേരിൽ കാണാം. സഹാബാക്കൾക്ക് ഇത് കാണാൻ പറ്റൂല. കാരണം സഹാബാക്കൾക്ക് അങ്ങനെ ഒന്നും സംഭവിക്കൂല. കാരണം ആ ഈമാൻ അങ്ങനെ ആയിരുന്നു, പരിപൂർണമായിരുന്നു. എല്ലാ നബിയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താങ്ങും തണലുമായിരുന്ന സഹാബത്തിന്റെ ഇടയിൽ അവർക്കൊരു ടെൻഷൻ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇനി ഉണ്ടാവോ? ഒരു അത്ഭുതം ദീനിൽ അങ്ങനെ ഉണ്ടാവോ? ഉണ്ടാകും. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞാല് ഓണം ആഘോഷിക്കും മുസ്ലിങ്ങള്, നമ്മളിരുന്ന് അതിനിപ്പോ എന്താന്നാ ഞാൻ രണ്ടുപേർത്തി ചോദിച്ചപ്പോ അതിനിപ്പോ എന്താ ഉസ്താദ് എന്നാ. സർവ്വസാധാരണ നീ തിന്നെങ്കിൽ തിന്ന്, കൊടുക്കുന്നെങ്കിൽ കൊടുക്കും. നീ അത് എന്താന്നും പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് അത് അങ്ങോട്ട് അംഗീകരിക്കാൻ നിൽക്കാതെ നമുക്കൊരാദർശം ഇല്ലേ? നമ്മൾ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഹബീബേ?
ഇന്നനി അന മിനൽ മുസ്ലിമീൻ. നമുക്കൊരു ആശയ ആദർശം അല്ലാഹു റസൂലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയിൽ തന്നെ ജീവിച്ച് ആ വഴിയിൽ തന്നെ മരിക്കണേ. എല്ലാ തമ്മാടിത്തരവും കാണിച്ചിട്ട് അവസാനം തവഫനി മുസ്ലിമാ വൽഹഖനി ബിസ്സാലിഹീൻ, മുസ്ലിമാക്കി മരിപ്പിച്ചിട്ട് സാലിഹീങ്ങളുടെ ഒപ്പം ചേർക്കണേ അല്ലാ എന്ന് പറയുന്നതിൽ അർത്ഥം ഉണ്ടോ? ഉണ്ടോ? എന്നാ നീ മുസ്ലിമായിട്ട് ജീവിക്ക്. വല്ല അപാകതകളൊക്കെ സംഭവിച്ചു, പടച്ചവനെ പൊരുത്തപ്പെട്ടതാ അല്ലാഹ്. 25 വർഷം നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത നബി തങ്ങളുടെ ഭാര്യയായിരുന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തിന്റെ സമയത്ത് നബി തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നി ഖാസിറുൻ ഫീ ഹഖ്ഖിക യാ റസൂലല്ലാഹ് ഫഅഫു അന്നി, എനിക്ക് പൊരുത്തം തരണേ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളും അപാകതകളും സംഭവിച്ചിട്ടുണ്ട്. ഒരു തെറ്റുമില്ല, ഒരു അപാകതയില്ല. മരിക്കാൻ പോവാൻ ആ വസിയത്താണ്. അല്ലാഹുവിന്റെ റസൂൽ അത് കേട്ടിട്ട് സഹിക്കവയ്യാതെ പറഞ്ഞു, ഹാശാ വകല്ലാ മാ റഅയ്തു മിൻകി തഖ്സീറാ, ഇല്ല ഖദീജ, നിന്നിൽ ഞാൻ അങ്ങനെ ഒരു ന്യൂനത കണ്ടിട്ടേ ഇല്ല കേട്ടോ. എന്നിട്ടും അവര് പറഞ്ഞത് എന്താ? പടച്ചവനെ, നീ സംഭവിച്ചു എനിക്ക് ഒരുപാട് ന്യൂനതകൾ വന്നുപോയി, മാപ്പാക്കണേ എന്നാ പറഞ്ഞത്. മാപ്പാക്കണേ, പൊരുത്തം തരണേ, ഞാൻ പോവാണ്. ഈ അർമാദിക്കുന്നവർക്ക് അങ്ങനെ ഒരു ഞാൻ പോവാണെന്നുള്ളൊരു ചിന്തയില്ല. ഡാൻസ് ആടിക്കൊണ്ടിരുന്നപ്പോ മയങ്ങി വീഴുന്നു, തീർന്നല്ലേ, പോക്കെങ്ങോട്ടാ? കളിച്ചുകൊണ്ടിരിക്കുമ്പോ മരിക്കുന്നു, ആഖിബത്ത് അന്ത്യം ചിന്തിക്കണ്ട, ഇനി എങ്ങോട്ടാ? ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മരിച്ചു, നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിച്ചു, ദീനിന്റെ വഴിയിൽ മരിച്ചു, ദഅവത്തിന്റെ പാതയിൽ മരിച്ചു. നമുക്ക് പറയാം അൽഹംദുലില്ലാഹ്. ഓണക്കളിയിനിടയിൽ മരിച്ചു, കസേര കളിക്കിടയിൽ മരിച്ചു, ഡാൻസിന്റെ കളിക്കിടയിൽ മരിച്ചു, ആ കൊട്ടും പാട്ടിന്റെയും ഇടയിൽ കിടന്നു മരിച്ചു എന്ന് പറയുമ്പോ അൽഹംദുലില്ലാഹ്, അവൻ സ്വർഗത്തിലേക്കുള്ള വഴിയായിരുന്നു അവന്റെ മരണം. പറയാൻ പറ്റുമോ നമുക്ക്? ചിന്തിക്ക്, ആഖിബത്ത് അന്ത്യം ഒന്ന് ചിന്തിക്ക്, നമ്മുടെ അവസാനം എന്തായിരിക്കും എന്നുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും അന്ത്യത്തെ ഭയപ്പെട്ടിരുന്നു. ഹദീസിൽ കാണാം, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ഹൽ അസാബക മിൻ റഹ്മതി, ഞാൻ റഹ്മത്തുൽ ലിൽ ആലമീൻ ആണല്ലോ, ലോകത്തിന്റെ മുഴുവനും കാരുണ്യത്തിന്റെ തിരുദൂതരായ എന്റെ റഹ്മത്ത് ജിബ്രീലേ നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ജിബ്രീലിനോട് ചോദിച്ചു റസൂൽ തങ്ങള്, കിട്ടിയിട്ടുണ്ടോ? എന്റെ റഹ്മത്തിനെ കിട്ടിയിട്ടുണ്ടോ? ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നി അഖ്ശൽ ആഖിബത, ഞാൻ എന്റെ അന്ത്യത്തെ ഭയപ്പെട്ടിരുന്നു മുഹമ്മദേ, എന്റെ അന്ത്യം എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല, ഞാൻ ഭയപ്പെട്ടിരുന്നു. പക്ഷേ എനിക്ക് സന്തോഷം പകർന്നത് അള്ളാന്റെ 2-3 ആയത്തുകളാണ്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ذي قوة عند ذي العرش مكين مطاع ثم أمين. ഈ 3 ആയത്ത് ഇത് അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ വഴി റസൂലുള്ളാഹിയിലേക്ക് എത്തിക്കുന്ന കൗലുകളാണ്. ഈ ഖുർആനിന്റെ ഈ ആയത്തിറങ്ങിയപ്പം എന്റെ പേടി മാറി, എന്റെ ആഖിബത്ത് മോശമാവൂല എന്ന് ഞാൻ മനസ്സിലാക്കി. അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങളുടെ റഹ്മത്ത് എനിക്ക് കിട്ടി. സുബ്ഹാനല്ലാഹ്. നമുക്കെന്ത് കിട്ടി? ചിന്തിക്കുക ഹബീബേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന് വേണ്ടി സദാസമയം ഇബാദത്തിൽ കഴിയുന്ന മലക്കുകൾ പോലും ഭയപ്പെടുന്നു, എന്റെ അന്ത്യം എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല. റസൂലുള്ളാഹിയുടെ റഹ്മത്ത് എനിക്ക് കിട്ടി, ഞാൻ റസൂലുള്ളാഹിയിലേക്ക് ഞാൻ ഈ ദൗത്യം കൊണ്ട് എത്തിച്ചു കൊടുത്തപ്പോ എന്നെ അല്ലാഹു പാഴാക്കൂല എന്ന് എനിക്ക് മനസ്സിലായെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞെങ്കിൽ ഞാനും നിങ്ങളും എന്താണ് അള്ളാന്റെ റസൂലിനെ പറയാൻ പോണത്? എന്ത് പറയും? റസൂലുള്ളാഹിയുടെ പേര് എല്ലാ വർഷവും ഞാൻ ആഘോഷിച്ചു നബിയെ. ആർക്കും അറിയില്ലായിരുന്നു നബി ദിനം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത്. ഞാൻ നല്ല പാട്ടൊക്കെ വെച്ച് വലിയ ബോക്സൊക്കെ വെച്ച് 50,000 വോട്ട്സിൽ അടിച്ചു പൊളിച്ച് ഞാൻ DJ ഒക്കെ കളിച്ചു. പക്ഷേ ഇട്ടത് മൊത്തവും നബിയുടെ മദ്ഹുകളായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ നബിയെ, ആ റഹ്മത്ത് എനിക്ക് കിട്ടിയില്ലേ? അതല്ലേ നമുക്ക് പറയാനുള്ളൂ, അതല്ലേ എനിക്ക് പറയാനുള്ളൂ. വെള്ളിയാഴ്ച രാവാണ്, വെള്ളിയാഴ്ചയാണ്, റസൂലുള്ളാഹി ജനിച്ച ദിവസമാണ്. നമ്മുടെ ആഘോഷം എന്ന നിലയിൽ അള്ളാന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് സലാത്തുകളും സലാമുകളും എത്തിക്കാൻ മലക്കൾ ക്യൂ നിൽക്കുകയാണ്. നബി തങ്ങളുടെ ഹദറത്തിലേക്ക് ഒരു 10,000 സലാത്ത് എന്റെ വക പോകട്ടെ. എത്ര ചെറുപ്പക്കാർ പറഞ്ഞു, എത്ര ആണുങ്ങൾ പറഞ്ഞു, എത്ര പെണ്ണുങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹിയോടുള്ള മഹബത്ത് പ്രവാചകന്മാര് പോലും ബഹുമാനപ്പെട്ട മലക്കുകൾ പോലും എത്രത്തോളം ആദരിക്കുന്നുവെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കി. അതല്ലേ ഒരു മഹബത്ത്, അതല്ലേ ഒരു സ്നേഹം, അതല്ലേ ഒരു സന്തോഷം. അല്ലാതെ മ്യൂസിക് ഇട്ടിട്ട് ഡാൻസ് ആടലല്ലോ ഹബീബേ, അതാണോ? അതുകൊണ്ട് ഈ ദീൻ എന്തെന്ന് പഠിക്ക്, ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുക്ക്. ആഖിറം വേണമെങ്കിൽ, ആഖിബത്ത് നന്നാവണമെങ്കിൽ, അല്ലാഹയെ വേണമെങ്കിൽ, റസൂലിനെ വേണമെങ്കിൽ നമ്മൾ ദീൻ
കാട്ടിക്കൂട്ടലൊന്നും ദീനല്ല. ഈ കാട്ടിക്കൂട്ടലൊന്നും ദീനല്ല. ദീൻ എന്തെന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മക്കയിൽ നിന്ന് ഒരു വിഭാഗം ജമാഅത്ത്, ഒരു സമുദായം, ബഹുമാനപ്പെട്ട ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു ജമാഅത്തിനെ എത്യോപ്യയിലേക്ക് അയച്ചു. റസൂലുള്ളാഹി തങ്ങൾ എത്യോപ്യയിലേക്ക് അയച്ചു. അവിടെ അന്ന് രാജ്യം ഭരിച്ചിരുന്നത് നജ്ജാഷി രാജാവാണ്. എത്യോപ്യയിലേക്ക് ജമാഅത്ത് അവിടെ എത്തി. ദീനിന്റെ ഒരു സംഘം ദഅവത്തുമായിട്ട് മക്കയിൽ നിന്ന് അവിടേക്ക് എത്തിയപ്പോ ആ ഹിജ്റ പോയ സമയത്ത് ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ഇവിടെ കുറെ തബ്ലീഗുകാരൊക്കെ വന്നിരിക്കുന്നു, പെട്ടെന്ന് വാ, എല്ലാം അടിച്ചു പൊളിക്ക് ഇറക്കുക എന്നൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നമായി. ദീനിന്റെ കാര്യം എവിടെ പോയാൽ അടിപ്പഴക്കം ഉണ്ടാക്കുന്ന പോലെ അവിടുത്തെ ആളുകളെല്ലാം കൂടെ ഇവിടെ കുറെ തീവ്രവാദികൾ, ഭീകരവാദികൾ വന്നിരിക്കുന്നു, പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലെല്ലാം വിളിച്ചു പറഞ്ഞു. ആളുകളൊക്കെ ഓടിക്കൂടി അവരെ പിടിച്ചു കൂട്ടി. പെട്ടെന്ന് രാജാവ് പറഞ്ഞു, അവരെല്ലാം കൂട്ടി അവിടെ കൊണ്ടുപോവാ, കോടതിയിൽ കൊണ്ടുപോവാ. നജ്ജാഷി രാജാവ് വിളിച്ച് എല്ലാവരെയും അവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. ആരാ നിങ്ങള്? എവിടെ നിന്ന് വന്നതാ? എന്ത് ലക്ഷ്യം? ജഅഫർ ബിൻ അബി താലിബാണ് അമീറായിരുന്നത്, നേതാവ്. ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, കുന്നാ ഖൗമൻ അഹ്ല ജാഹിലിയ. ഞങ്ങൾ ആരാന്നുള്ളത് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞു തരാം രാജാവേ. അയ്യുഹൽ മലിക്, ഉന്നതനായ രാജാവേ, മഹോന്നതനായ രാജാവേ, ഞങ്ങൾ ആരാണ്, ഞങ്ങൾ വന്നതിന് ലക്ഷ്യം എന്തെന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു പറയാം. ഞങ്ങൾക്ക് കളവില്ല, ചതിവില്ല, ഒന്നുമില്ല, ഞങ്ങൾക്ക് ഒന്നുമില്ല. ഞങ്ങൾ വിവരമില്ലാത്ത ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ച് അങ്ങനെ വളർന്നു വന്ന സമുദായമായിരുന്നു. ഞങ്ങളുടെ സ്വഭാവം ഞങ്ങൾ ആരാധിച്ചിരുന്നത് ബിംബങ്ങളെയായിരുന്നു. ബിംബങ്ങളെയാണ് ഞങ്ങൾ ആരാധിച്ചിരുന്നത്. അതായിരുന്നു ഞങ്ങളുടെ ദൈവം. ഞങ്ങളൊരു യാത്ര ചെയ്യുമ്പോൾ 4 കല്ല് കൊണ്ടുവരും, 3 കല്ല് കൂട്ടി അടുപ്പ് വെക്കും. ഒരു കല്ലിനെ ഞങ്ങൾ ദൈവമായിട്ട് അംഗീകരിക്കും. എല്ലാം കഴിഞ്ഞു പോകുമ്പോൾ അത് കളഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അടുത്ത സ്ഥലത്ത് പോകുമ്പം പിന്നെ ഭക്ഷണം കൂട്ടി വെച്ചിട്ട് ഏറ്റവും നല്ല ഭക്ഷണത്തെ ദൈവമായിട്ട് അംഗീകരിക്കും. വിശക്കുമ്പം ആ ദൈവത്തെയും തിന്നും. ഇതൊന്നും ദൈവമല്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതുകൊണ്ടൊന്നും യാതൊരു ഗുണമില്ലാന്ന് മനസ്സിലായി. കുന്ന നഅ്ബുദുൽ അസ്നാം, അങ്ങനെ ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടം. ഞങ്ങൾ ശവമാണ് തിന്നത്. അള്ളാന്റെ നാമം ചൊല്ലി അറുത്ത മൃഗത്തിന്റെ ഇറച്ചി അല്ല തിന്നത്. ഞങ്ങൾ അടിച്ചു കൊന്നതും ആരോ കൊന്നതും തല്ലിക്കൊന്നതും യവനോ അറുത്തതും ഒക്കെയുള്ള ആ ഇറച്ചികളായിരുന്നു ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ കഴിച്ചിരുന്നത്. അനാവശ്യമായ അധാർമിക പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നവരായിരുന്നു ഞങ്ങൾ. അയൽവക്കക്കാരെ വേദനിപ്പിച്ചവരായിരുന്നു ഞങ്ങൾ. അഹങ്കാരികളായിരുന്നു, തെമ്മാടികളായിരുന്നു. സ്വസ്ഥമായിട്ട് അയൽവക്കക്കാർക്ക് പോലും ഉറങ്ങാനോ ജീവിക്കാനോ ഉള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ അവരെ ഇടങ്ങേറാക്കിക്കൊണ്ടിരുന്നവരായിരുന്നു ഞങ്ങൾ. ഞങ്ങളിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായിരുന്നു. എവിടെയും ഇടിച്ചു കയറി സാധുക്കളെ അടിച്ചമർത്തി അവന്റെ പണം കവർന്നെടുക്കാനും അവനെ കൊല്ലാനും അവനെ വേദനിപ്പിക്കാനും അവനിൽ നിന്നുള്ള സ്വത്ത് മുതലൊക്കെ അടിച്ചു മാറ്റാനും അവനെ ഒന്നുമില്ലാത്തവനാക്കി മാറ്റാനും ഞങ്ങളിൽപ്പെട്ട നേതാക്കന്മാരടക്കം കയ്യൂക്കുള്ളവർ അതിന് തയ്യാറായിരുന്നു. ഞങ്ങളുടെ ജോലി കുടുംബ ബന്ധം യോജിപ്പിക്കലല്ല, ചേർക്കലല്ല, അടുപ്പിക്കലല്ല, അടിപ്പിക്കലാണ്, തകർത്തെറിയലാണ്, ചാർച്ചയെ മുറിച്ചു കളയലാണ്. പരസ്പരം സ്നേഹവും സന്തോഷവും സൗഹാർദ്ദവും അന്തരീക്ഷം നഷ്ടപ്പെടുത്തി അവർക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കലാണ് ഞങ്ങളുടെ ജോലി. അങ്ങനെ ജീവിച്ചിരുന്നവരായിരുന്നു ഞങ്ങൾ. ഞങ്ങളിലേക്ക് ഒരു പ്രവാചകൻ കടന്നു വരുന്നത് വരെ ഞങ്ങളുടെ സ്വഭാവം ഇതായിരുന്നു. അയ്യുഹൽ മലിക്, രാജാവേ, ഞങ്ങളുടെ ജോലി ഇതായിരുന്നു. ഹത്താ ബഅസ ഇലൈനാ റസൂലൻ മിന്നാ വനഅരിഫു നസബഹു വനഅരിഫു അമാനതഹു വസിദ്ഖഹു വഅഫാഫഹു. ഞങ്ങളിലേക്ക് കടന്നു വന്ന ആ പ്രവാചകൻ, ആ നേതാവിനെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ കുടുംബ പാരമ്പര്യത്തെ കുറിച്ച് മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ ഞങ്ങൾ മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ ഞങ്ങൾ പഠിച്ചു. അദ്ദേഹത്തിന്റെ സൂക്ഷ്മതയെ ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾ അദ്ദേഹത്തിൽ ആകൃഷ്ടരായി. അദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു ദൗത്യത്തെ ഞങ്ങൾ ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറായി. അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചു. ഇലല്ലാഹ്,
അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു. ലിനുവഹിദഹു ലിനഅബുദഹു വലാ നഅബുദു ആബാഉനാ വഉമ്മഹാതുനാ മിൻ ദൂനില്ലാഹ് മിനൽ ഹജരി വൽ ഔസാൻ. ഞങ്ങളുടെ മാതാപിതാക്കൾ അന്ന് ആരാധിച്ചിരുന്ന കല്ലുകളെയും മുള്ളുകളെയും വൃക്ഷങ്ങളെയും ദീപങ്ങളെയും ഒക്കെ വെടിഞ്ഞിട്ട് അള്ളാഹുവാണ് വലിയവനെന്നുള്ള ആ ഒരു വഴിയിലേക്ക് ഞങ്ങളെ കൈക്ക് പിടിച്ച് കൊണ്ടുവന്ന മഹാനായ നേതാവായ പ്രവാചകന്റെ അനുയായികളായ ഞങ്ങൾ ആ ഒരു ദൗത്യ നിർവഹണത്തിനാണ് ഈ നാട്ടിലേക്ക് വന്നത്. ബഹുമാനപ്പെട്ട ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങൾ എല്ലാ ഷിർക്കിന്റെ കോട്ടകളെയൊക്കെ തകർത്ത് തല്ലിപ്പണ ആക്കിയിട്ട് ഷിർക്ക് ചെയ്യുന്നവൻ മുശ്രിക്ക് നമ്മൾപ്പെട്ടവനല്ല എന്നൊക്കെ പഠിപ്പിച്ചിട്ട് നമ്മുടെ കൗമ് 1500 വർഷമായി ഇപ്പം ഷിർക്കിന്റെ മുന്നിൽ ഇരുന്നിട്ട് ദുആ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. ഷിർക്കിന്റെ മുന്നിൽ ദുആ എടുത്തു വെച്ച് നല്ല വിളക്കും കത്തിച്ച് അതപ്പോ ഇട്ടിട്ട് എന്റെ കൂടെ ഇരുന്നിട്ട് തലയിൽ തുണി ഇട്ടിട്ട് മഹാനായ മാവലി എന്റെ വാപ്പാക്ക് അസുഖം പൊരുത്തപ്പെട്ട് തരണേ, ആഫിയത്ത് കൊടുക്കണേ, ഞങ്ങളുടെ പാവങ്ങളെല്ലാം മാപ്പാക്കി തരണേ, ദുആ ഇരിക്കണം. കണ്ടില്ലേ വന്നത്? ചിന്തിക്ക് ഉമ്മത്ത് എവിടെ പോയി? അല്ലാഹുവിന്റെ റസൂലുണ്ടോ? ലാ തഖൂമുസ് സാഅ ഹത്താ ലഹിഖ ഫിആമുൻ മിനൽ ഉമ്മത്തി മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. ആദരവായ റസൂൽ തങ്ങൾ പറഞ്ഞ വാക്കാണ്. ഒരു കാലം വരും എന്റെ ഉമ്മത്തികൾ മുശ്രിക്കീങ്ങളോടൊപ്പം കിടപിടിക്കാതെ അവരോടൊപ്പം ഒരുമിച്ച് കൂടാതെ അവരുടെ ആരാധനാലയങ്ങളും അവരുടെ ആരാധനാ സംസ്കാരങ്ങളുമായി കൂടിച്ചേരാതെ ലോകം അസ്തമിക്കില്ല സഹാബ. പറഞ്ഞിട്ട് 1500 വർഷമായിട്ടോ, 1500 വർഷമായി. അവർക്ക് കാണാൻ കഴിഞ്ഞില്ല, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? 1500 വർഷമായി. റസൂൽ തങ്ങൾ പറഞ്ഞാണ് ഹത്താ ലഹിഖ ഫിആമുൻ മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. എന്റെ ഉമ്മത്തികൾ മുശ്രിക്കീങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ ലോകം അസ്തമിക്കൂല. ശരിയായില്ലേ? അവൻ പറയുന്നതനുസരിച്ചല്ലേ നമ്മൾ ചെയ്യുള്ളൂ. ഒരാശാരി മൂശാരി വന്ന് വീട് വെക്കുമ്പോൾ അവൻ പറയുന്ന കന്നിമൂലയും ആ മൂലയും ഈ മൂലയൊക്കെ നോക്കിയിട്ടല്ലേ എല്ലാം റെഡിയാക്കി വെച്ചിട്ടല്ലേ ഉസ്താനെ കൊണ്ട് മാത്രമേ ഇത് ആരംഭിക്കുന്നത്. എന്നാ ഉസ്താദ് പറയുന്നത് കുഴപ്പമില്ല, ഇവിടെ അടിയടാ ഇവിടെ കുത്തടാന്ന് പറഞ്ഞാൽ കേൾക്കുവാരല്ലോ. കേൾക്കൂ? പറയും, കേൾക്കുന്ന ഒരാൾ പറയും എന്നാ ഞാൻ വരാം, വാ ഇവിടെ കുത്ത്, ഇവിടെ കല്ലിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കേൾക്കോ? എന്നെ വിളിച്ചോണ്ട് പോകും. 1 രൂപയും തരണ്ട, ഫാത്തിഹ ദ്വാരം തരാം. അത് ഞങ്ങളുടെ ആശാരി മുഷാരിന്റെ പണ്ട് പോലെ ഉസ്താദ് ഞങ്ങളുടെ വീട് വെച്ചത്, ഞങ്ങളുടെ കട വെച്ചതൊക്കെ ഞങ്ങളുടെ മുത്തച്ഛനായ ആശാരിയാണ്, അയ്യപ്പൻ ആശാരിയാണ്. അയാൾ വെച്ച കറക്റ്റാ, ഒരു ശൈത്താനോട് വരില്ല. കാരണം ശൈത്താൻ താമസിക്കുന്നിടത്ത് ശൈത്താൻ വരേണ്ട ആവശ്യമില്ലല്ലോ, അവിടെ വരേണ്ട ആവശ്യമില്ല. ഔലിയാക്കള് താമസിക്കുന്നിടത്ത് ശൈത്താന്റെ പണി ഇവനെ എങ്ങനെ ഇടങ്ങാറാക്കണം? മറ്റേ ശൈത്താന്റെ പണി നടക്കുന്നിടത്ത് ശൈത്താന്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടോ? അതാണ് അതിന്റെ അർത്ഥം. എങ്ങനെയെങ്കിലും നമ്മളെ പഴപ്പിക്കലാണ് അവരുടെ ജോലി. ബഹുമാനപ്പെട്ട ജഅഫർ ബിൻ അബീ താലിബ് പറഞ്ഞു, വഅമറനാ ബിസിദ്ഖിൽ അമാന വസിദ്ഖിൽ ഹദീസ് വഅദാഇൽ അമാന വസിലത്തിർ റഹം വൽകഫി അനിൽ മഹാരിം. ബഹുമാനപ്പെട്ട ജഅഫർ ബിൻ അബീ താലിബ് പറഞ്ഞു, ഞങ്ങളോട് ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ചത് നല്ലത് സംസാരിക്കണം, കളവ് പറയരുത്, ചതി പാടില്ല, വഞ്ചനയും ചതിയൊന്നും പാടില്ല. ഓണത്തിന് പാടുന്ന അങ്ങനല്ലേ? മാവേലി പാടിയെന്നും പറഞ്ഞിട്ട് അങ്ങനല്ലേ പാടുന്നത്? എന്നിട്ട് ഇത്ര നേരം വരെ ചതിയായിരുന്നു, ഇത് കഴിഞ്ഞിട്ട് ഈ 1 ദിവസം ഇല്ല, അത് കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങും അടുത്ത പരിപാടി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു പറ്റൂല, കളവുമില്ല ചതിവുമില്ല എന്നൊക്കെ അവര് പാടും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വഅമറനാ ബിസിദ്ഖിൽ ഹദീസ്, നല്ലതേ പറയാവൂ, കള്ളം പറയരുത്. വഅദാഇൽ അമാന, ആരെയും വഞ്ചിക്കരുത്. പൈസ വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കണം, കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കണം, സാധനം വാങ്ങിയിട്ട് പറ്റെഴുതി വെച്ച് അവനെ അറ്റാക്ക് വരുത്താൻ നിൽക്കരുത്, അവന്റെ ഹക്കടപാട് കൊണ്ടുപോയി കൊടുക്കണം. ഇതൊക്കെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വഅദാഇൽ അമാന വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ട് 1500 വർഷമായി. അതേപോലെ അയൽവക്കക്കാരോട് വഹുസ്നുൽ ജിവാർ, വഅമറനാ ബിഹുസ്നിൽ ജിവാർ, അയൽവക്കക്കാരോട് നല്ല നിലയിൽ പെരുമാറണം. അത് ആരും ആകട്ടെ, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനാകട്ടെ, മുസ്ലിം ആകട്ടെ, ആരും ആകട്ടെ. അവർക്കൂടി നീ ഭക്ഷണം കൊണ്ട് കൊടുക്ക്, അവർ കൂടെ ഭക്ഷണം കൊണ്ട് കൊടുക്ക്. നല്ലൊരു ദിവസമാണ്, നിങ്ങൾ കഴിക്കും. നല്ല ദിവസത്തിൽ മാത്രം നോക്കി കൊടുക്കണ്ട, അല്ലാത്ത ദിവസം അവള് പെരുന്നാളിന് കൊടുക്കും. കാരണം എന്താ? ഫ്രിഡ്ജ് നിറച്ച് കുറച്ച് സ്ഥലമില്ല, കുറച്ച് വെച്ചിട്ട് നമുക്ക് അശ്വനിക്കും കൊടുക്കാം, ആമിനായിക്കും കൊടുക്കാം, ജേഴ്സിക്കും കൊടുക്കാം, ഡെയ്സിക്കും കൊടുക്കാം എന്ന് പറഞ്ഞ് വെക്കും. അല്ലാത്ത ദിവസം ഒറ്റയ്ക്ക് വെച്ച് താത്താടെ വീട്ടിൽ ഫ്രിഡ്ജിൽ ബാക്കി കൊണ്ടുവയ്ക്കും, കൊച്ചാപ്പാടെ വീട്ടിൽ ഫ്രിഡ്ജിൽ ബാക്കി കൊണ്ടുവയ്ക്കും. ഇത് തീരുമ്പോൾ അവിടെ നിന്ന് എടുത്തോണ്ട് ഇവിടെ എടുത്ത് കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് ഇതൊന്നും ആർക്കും കൊടുക്കൂല, അയൽവക്കക്കാർ കൊടുക്കോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ഇദാ തബഖ്തൽ മരിഖ ഫക്സിർ മാഅഹ വതആഹദ് ജിറാനക. നീ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂട്ടി വെള്ളം കൂട്ടി ഭക്ഷണമൊക്കെ പാചകം ചെയ്യ്. എന്നിട്ട് അയൽവക്കക്കാർ കൂടെ കൊടുക്ക്. അവൻ തിന്നോ ഇല്ലയോ എന്ന് അറിയില്ല, കൊണ്ട് കൊടുക്ക്. ഈ സുന്നത്ത് ആരാ ചെയ്തേ?
ആര് ചെയ്യും ഈ സുന്നത്ത്? ഹോട്ടലുകാർ ചെയ്യും. സാമ്പാറൊക്കെ തീരാറാകുമ്പോൾ വെള്ളമൊക്കെ ചേർത്ത് റാഹത്തായിട്ട്, ചമ്മന്തിയൊക്കെ തീരാറാകുമ്പോൾ ദോശയും തട്ടുകട അടയ്ക്കാൻ പോകുന്ന കട സാധനം ഇല്ല, പെട്ടെന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നുകൂടെ സലാമത്താക്കി വെക്കും, കൂടി ഗ്രേവി കൂട്ടി വെക്കും. ആ ഒരു ഒറ്റ സുന്നത്ത് ചെയ്യുന്ന ഒരേ ഒരു വർഗ്ഗം ഹോട്ടലുകാർ മാത്രമേ ഉള്ളൂ. നമ്മള് വെള്ളം കൂട്ടി വെക്കാൻ പറഞ്ഞെടുത്തപ്പോ വെള്ളം കുറച്ച് റോസ്റ്റ് ആക്കാൻ തുടങ്ങി. ഭക്ഷണം റോസ്റ്റിന് എവിടെ കൊടുക്കാൻ പറ്റുമോ? ഇന്നത്തെ നമ്മുടെ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ അവന്മാർക്ക് റോസ്റ്റേ പറ്റുള്ളൂ, നമുക്ക് വെള്ളത്തിന്റെ കറിയൊന്നും അവന്മാർക്ക് പറ്റൂല. അയൽവക്കക്കാർ കൂടെ പരിഗണിക്കുന്ന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നു. ഹബീബേ, ഒരു സുന്നത്തെങ്കിലും പിൻപറ്റണ്ടേ? ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു തആല പറഞ്ഞു, ഞങ്ങൾ ഹുസ്നുൽ ജിവാർ, അയൽവക്കക്കാരോട് നല്ല നിലയിൽ പെരുമാറണമെന്നാണ് ഹബീബായ തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത്. അത് തെറ്റാണോ രാജാവേ? തെറ്റാണോ രാജാവേ? അതേപോലെ വനസിലുൽ അർഹാം, പൊട്ടിപ്പോയ ഹൃദയങ്ങളെ കൂട്ടിയിണക്കുവാനും അകന്നു കഴിയുന്ന ബന്ധുക്കളെ അടുപ്പിക്കുവാനുമാണ് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളോട് പഠിപ്പിച്ചത്. തെറ്റാണോ സാർ? അദ്ദേഹം ചാടി എഴുന്നേറ്റ് അവരെ ചുംബിച്ച് കെട്ടിപ്പിടിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അള്ളാഹുവിലേക്ക്, അവന്റെ റസൂലിലേക്ക് സലാമത്തായി ഇസ്ലാം മതം സ്വീകരിച്ച് ബഹുമാനപ്പെട്ട നജ്ജാശി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മരിച്ച സമയത്ത് നബിതങ്ങൾ നമസ്കരിപ്പിച്ചിട്ടുള്ള ഗായിബായ ഒരു ജനാസ അദ്ദേഹത്തിൻ്റെതാണ്. ഹക്ക് മനസ്സിലാക്കിയപ്പോ ഇത് തെറ്റാന്ന് മനസ്സിലാക്കി. നമ്മുടെ കൗമിനോട് നമ്മൾ ഹക്ക്, മോനെ ഈ ഗാനമേള നമുക്ക് പറ്റിയല്ലടാ, റസൂല് താങ്കൾ പറഞ്ഞാടാ മോനെ, എടാ ഇത് തെറ്റാടാ മോനെന്ന് പറഞ്ഞാൽ കേൾക്കൂ ഹബീബേ. നമ്മുടെ പെണ്ണുങ്ങളോട് പോയിട്ട് എടി പെണ്ണായി നമുക്ക് ശരിയല്ല, നമ്മൾ ഇത് ഈ ഓണക്കോടി കൊടുത്ത് നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരെ പോലെ നമുക്ക് അള്ളാഹു 2 പെരുന്നാൾ തന്നിട്ടുണ്ട്, നല്ല റമളാൻ തന്നിട്ടുണ്ട്. എത്ര വലിയ ആഘോഷ വൃത്തിയും വെടിപ്പും ശുദ്ധിയും ഇതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതല്ലേ നമുക്ക് നല്ലത് മോളെ, എന്തിനാ നമ്മൾ ആ ഒരു ആദർശത്തിലേക്ക് പോകണം എന്ന് മാന്യമായ രീതിയിൽ നിങ്ങൾ സംസാരിച്ചുകൂടെ? നമുക്കതല്ലല്ലോ, ഇതല്ലേ വേണ്ടത്, ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തുകൂടെ? ഇല്ല, അതൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റൂല. ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നടക്കണം, പോകണം. ഹബീബേ, നിങ്ങളിപ്പോ ഒന്ന് കറങ്ങാൻ പോകുന്നതിനും തെറ്റൊന്നുമില്ല. നിങ്ങളിപ്പോ അവിടെ ലൈറ്റ് ഇട്ട് കാണാൻ പോകുന്നതിനും നമ്മളിപ്പോ തെറ്റാതൊന്നും പറയുന്നില്ല. കടൽ തീരത്ത് പോകുന്ന തെറ്റാതൊന്നും പറയുന്നില്ല. ഇപ്പൊ കാണാനും വിനോദത്തിലോ പങ്കെടുക്കുന്നതിലൊന്നും പ്രശ്നമല്ലല്ലോ. ഇത് ഹറാമാണ്, തെറ്റാണ്. ഇത് നമുക്ക് പറ്റാത്ത ഒരു മജ്ലിസാണ് എങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക. അത് അള്ളാന്റെ ശിക്ഷ എപ്പോഴാ ഇറങ്ങാം, അദാബ് എപ്പോഴാ ഇറങ്ങാൻ നമുക്കറിയില്ല. സയുസീബു ഉമ്മത്തി ഫി ആഖിരി സമാൻ ബലാഉൻ ഷദീദുൻ, എന്റെ ഉമ്മത്തിൽ അവസാനമായി ആഖിർ സമാനിലെ മുസീബത്ത് വരും, വലിയ മുസീബത്ത് വരും. ലാ യൻജു മിൻഹു ഇല്ലാ റജുലുൻ, ഒരാളല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടൂല. അറഫ ദീനല്ലാഹ്, ആ കാലഘട്ടത്തിൽ, ആ മുസീബത്ത് വ്യാപിക്കുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ദീനിനെ മനസ്സിലാക്കിയിട്ട് ഫജാഹദ അലൈഹി ബിലിസാനിഹി വബിഖൽബിഹി ഫദാലികല്ലദീ സബഖത് ലഹു സവാബിഖ്, നാവ് കൊണ്ടും ഖൽബ് കൊണ്ടും അതിനെതിരെ ജിഹാദ് ചെയ്യണം. നമ്മൾ പറയണം, മോനെ തെറ്റടാ, പ്ലീസ് നീ അതിന് ഒഴിവാകും. ഉമ്മത്തെ പെണ്ണുങ്ങളെ, സഹോദരിമാരെ, പ്ലീസ് തെറ്റാട്, നമ്മുടെ മതമല്ല, നമ്മുടെ സംസ്കാരം അല്ല ഇത്, നമ്മുടെ സംസ്കാരം അല്ല ഇത്, നിങ്ങൾ ഒഴിവാക്കണം. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുക. ഇത് തെറ്റാണ്, നമ്മൾ ഉപദേശിക്കണം. നമ്മുടെ നാവ് കൊണ്ട് അതിൽ നിന്ന് ഒഴിവാകുന്നില്ലയോ ഫബിഖൽബിഹി, അവന്റെ ഖൽബ് കൊണ്ട് ഈ ഉമ്മത്തിനെ വെറുക്കണം. നമുക്കൊക്കെ ഇപ്പൊ അതേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ ഇതിപ്പോ കേട്ടിട്ട്, യൂട്യൂബിൽ കേട്ടിട്ട് അയാൾക്ക് വേറെ വെളിവുമില്ല, വിവരവുമില്ല, അയാൾ ആവശ്യമില്ലാത്ത ചെയ്യുന്നില്ലേ, അവന്മാരൊക്കെ അങ്ങനല്ലേ, ഇവന്മാരൊക്കെ, അതൊക്കെ നിങ്ങൾക്ക് പറയാം. റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. സാദിഖുൽ മസ്ദൂഖായ റസൂലുള്ളാഹി തങ്ങൾ ഹക്ക് തുറന്നു പറയുന്നത് വരെ അല്ലമീൻ എന്ന പേര് കിട്ടി. ഹക്ക് പറഞ്ഞപ്പോ മജ്നൂൻ എന്ന പേര് വാങ്ങി, ഭ്രാന്തൻ, വിവരമില്ലാത്തവൻ, അങ്ങനെ പറഞ്ഞു. റസൂലുള്ളാഹിയുടെ അനുയായികൾ എന്ന നിലയിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശികൾ എന്ന നിലയിൽ നമ്മളും ഇത് പറയുമ്പോൾ നമ്മളും കേൾക്കണം. കേട്ടെങ്കിലേ നമുക്ക് കൂലി കിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് കമന്റിൽ ഇത്തിരി മോശമായിട്ടങ്ങ് പറയും, നല്ല കൂലി വാങ്ങാം നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന്. പക്ഷെ അതുകൊണ്ട് പറച്ചിൽ നിർത്തൂല, കടുപ്പമായിട്ട് വീണ്ടും പറയും. ഫജാഹദ അലൈഹി ബിലിസാനിഹി വബിഖൽബിഹി ഫദാലികല്ലദീ സബഖത് ലഹു സവാബിഖ്. നമ്മൾ നമ്മുടെ മക്കളെ ഒന്ന് നന്നാക്കണ്ടേ, മാതാപിതാക്കളെ, നമ്മുടെ ഡ്യൂട്ടി അതല്ലേ. ഉലമാക്കൾക്ക് ഇത് പറഞ്ഞു തരാനല്ലേ പറ്റൂ. യഅതി അലന്നാസി സമാൻ ലാ യുത്തബഉ ഫീഹി അൽ ആലിം, ആലിമീങ്ങളുടെ വാക്കുകൾ കേൾക്കൂല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ശരിയല്ലേ. വലാ യഅരിഫുൽ മഅറൂഫ വലാ യുൻകറുൽ മുൻകറ, നല്ലത് നല്ലതായിട്ട് തോന്നൂല. കൈഫ ബിക്കും ഇദാ തറക്തും, കൈഫ ബിക്കും, എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഇദാ തറക്തുമുൽ മഅറൂഫ, നിങ്ങൾ നന്മയെ ഉപദേശിക്കുന്ന, നന്മ ഒഴിവാക്കുന്ന ഒരു കാലം വന്നാൽ, നമ്മൾ നന്മ പറഞ്ഞു കൊടുത്താൽ ഇത് നന്മയായിട്ട് അവർ ചിന്തിക്കൂല. വലാ യഅരിഫൂന മഅറൂഫ വലാ യുൻകറൂന മുൻകറ,
ഒരു തെറ്റാണെങ്കിൽ അത് തെറ്റായിട്ട് അവർ അതിനെ അംഗീകരിക്കൂല. ആ തെറ്റിനെ അവർ നന്മയായിട്ടും നന്മയെ തെറ്റായിട്ടും കാണുന്ന ഒരു കാലം വരും സഹാബത്തെ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഈ കാലത്തായിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ശരിയല്ലേ? ഇത് തെറ്റാന്ന് പറഞ്ഞാൽ അംഗീകരിക്കുമോ ആരെങ്കിലും? തെറ്റിനെ തെറ്റായി പഠിപ്പിച്ചു കൊടുക്കുമ്പം തെറ്റല്ലാതെ നന്മയാണെന്ന് ജനങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു കാലമായിരിക്കും. അങ്ങനെ ഒരു കാലം വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്, ആ ഒരു കാലം വന്ന ഉലൈക ശർറുൽ ഖൽഖ്, വെറും നികൃഷ്ടരായ ജനതയായിരിക്കും ആ വിഭാഗം. ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമത്തി വലാ യുസക്കിഹിം, നാളെ ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു അവരോട് അല്പം പോലും ദയ കാണിക്കുകയില്ല. ഇവിടെ അർമാദിച്ചോ, നിനക്കെല്ലാ സൗകര്യങ്ങളും തുറന്നു തരും. ആഖിറത്തിൽ കയ്യും കാലും ഇട്ടടിച്ചാൽ പോലും പടച്ചതമ്പുരാൻ തിരിഞ്ഞു നോക്കൂല എന്നാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങളിവിടെ പറഞ്ഞതിന്റെ ആശയം. ഏതാ നിങ്ങൾക്ക് വേണ്ടത്? യുവർ ചോയ്സ്. സെലക്ട് ചെയ്യാം. ദുനിയാവിലെ കുറഞ്ഞ കാലയളവിലെ ജീവിതം മതിയോ, കാലാകാലം അനശ്വരമായ ഒരു ജീവിതം ആഖിറത്തിൽ അള്ളാഹു നമുക്ക് വേണ്ടി പ്രതീക്ഷയോടുകൂടി അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണോ വേണ്ടത് എന്ന് ഞാനും നിങ്ങൾ വിലയിരുത്തേണ്ട സമയമാണ്. നമ്മളാരെയും കുറ്റം പറയാനൊന്നും പോണ്ട. നമ്മളെ അടുത്തുള്ളവരെയും കുറ്റം പറയണ്ട, നാട്ടുകാരെയും കുറ്റം പറയണ്ട. നമ്മുടെ മക്കൾക്ക് നമ്മൾ അതബ് കൊടുത്തിട്ട് അവരെ ഒതുക്ക്, അത് മതി. ഓരോ വാപ്പയും ഉമ്മയും ചെയ്യേണ്ട കടമ ഏതാണ്? ബാക്കിയുള്ളവന്റെ കാര്യം വിട്. എന്റെ മോന് എന്റെ മോൾ, അവരെ ഈ അനാവശ്യത്തിന് ഞാൻ വിടൂല. അത് ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം. എനിക്ക് ശേഷം അല്ലാഹു അലം എനിക്കറിയില്ല. ബഹുമാനമുള്ള പ്രവാചകന്മാരെല്ലാം അവർ വഫാത്താകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട പ്രവാചകന്മാരുടെ മക്കളെ അടുത്ത് വിളിച്ചിട്ട് ഉപദേശിച്ചെന്താ മക്കളെ, ഞങ്ങൾ വഫാത്താവാൻ പോവാണ്. ഞങ്ങളൊക്കെ വഫാത്തായതിനു ശേഷം നീ പഴിച്ചു പോവോ? ഈ ആദർശത്തിൽ നിന്ന് വിട്ടുപോവോ? ചോദ്യല്ലേ? ഇല്ല വാപ്പ, ഒരിക്കലും ഇല്ല വാപ്പ, ഒരിക്കലും ഇല്ല. ഞങ്ങൾ മുസ്ലിമീങ്ങളായിരിക്കും. നിങ്ങൾ എന്തിനെയാണോ നിങ്ങൾ ആരാധിച്ചത്, ഏത് റബ്ബിനെയാണോ ആരാധിച്ചത്, ആ റബ്ബിനെ തന്നെ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, അല്ലാതെ ഒരിക്കലും അതിൽ നിന്ന് വിട്ടുപോകൂല. വഹീദി ശൈഖ് റളിയല്ലാഹു തആല വഫാത്താവുന്ന സമയത്ത് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ഉപദേശിച്ചു തന്നെയാണ്, മക്കളെ ഞാൻ വഫാത്താവാൻ പോവാണ്, നിങ്ങൾ പഴിച്ചു പോവോ? ഇല്ല വാപ്പ, എന്റെ വാപ്പ ഏതൊരു വഴിയാണോ കാണിച്ചു തന്നത് ആ വഴിയിലൂടെ തന്നെയായിരിക്കും ഞങ്ങളായ മക്കൾ നീങ്ങുക. ഞങ്ങൾ പിഴക്കൂല വാപ്പ. അവരൊക്കെ പിഴച്ചതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അവരൊന്നും പിഴച്ചുപോയിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. വാപ്പയുടെ പാരമ്പര്യം അതേപോലെ പിൻപറ്റി അള്ളാഹുമായി ബന്ധം സ്ഥാപിച്ചവർ, റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധം സ്ഥാപിച്ചവരായിരുന്നു അവർ. നമുക്കതാണ് വേണ്ടത്. നമ്മൾ മരിക്കേണ്ടവരാണ്. എവിടെ വെച്ചാൽ എപ്പോഴാണെന്ന് അറിയില്ല. പക്ഷെ മരിക്കുന്ന സമയം നമ്മൾ ചോദിക്കുക, അല്ലാഹുമ്മ റസുഖ്നാ ഹുസ്നൽ ഖാത്തിമ, നല്ല ഒരു മരണം എന്താ പടച്ചവനെ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. എങ്ങനെയെങ്കിലും മരിച്ചിട്ട് കാര്യമില്ല ബീവേ, എങ്ങനെയെങ്കിലും മരിച്ചിട്ട് കൊണ്ടുവന്ന് പള്ളിയിൽ കുഴിച്ചിട്ടിട്ടൊന്നും കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകണം. അള്ളാഹ്ക്കും അള്ളാന്റെ റസൂലിനും വേണ്ടി നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകണം. നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ ചെയ്യും. അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ഇച്ചിരി പായസം കുടിക്കുന്നത് തെറ്റൊന്നുമല്ല, പ്രഥമൻ തിന്നുന്നത് തെറ്റൊന്നുമല്ല, ശർക്കര വരട്ടി തിന്നുന്നത് തെറ്റൊന്നുമല്ല. ആ ആദർശത്തിന്റെ ഉടമകൾ ഇന്നത്തെ ദിവസം ഇത് ഖാസാക്കി വെച്ച് അവർ ഇതിനെ വലിയ ഇഷ്ടപ്പെട്ട് കഴിക്കുമ്പോൾ ഇന്ന് തന്നെ നിനക്ക് ശർക്കര വരട്ടി തിന്നണമെന്ന് എന്താ നിർബന്ധം? ഇന്നലെ തിന്നൂടായിരുന്ന, നാളെ തിന്നൂടെ? ഇന്ന് തന്നെ തിന്നണം എന്താ നിർബന്ധം? സൂക്ഷ്മതയ്ക്ക് അതൊക്കെ നമുക്ക് ഒഴിവാക്കുന്നല്ലേ നല്ലത്. അല്ലാതെ പായസം കുടിക്കുന്നൊന്നും ഒരു കുഴപ്പവുമില്ല. രണ്ട് ചെറിയ പഴം കൂടെ അതിനകത്തിട്ട് ഇളക്കി പിടിച്ച് നല്ല റാഹത്തോടെ അടിച്ചോളി, വാഴയിലെ തന്നെ അടിച്ചോളി. അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. ഇതൊന്നും ഹറാമെന്നൊന്നും ആരും പറയാൻ പറ്റൂല. ആളുകൾ ന്യായീകരിക്കുക. പിന്നെ ഇത്തിരി പായസം കുടിച്ചെന്ന് പറഞ്ഞെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവോ, ഇത്തിരി ഇത് കുടിച്ചെന്നും പറഞ്ഞ അങ്ങനെ പോയി. ആര് ഈ പുറത്താക്കുന്ന അകത്താക്കുന്നു നമ്മളല്ലല്ലോ. അവിടെ ചെല്ലുമ്പോഴല്ലേ നമ്മുടെ കാർഡ് എടുക്കുള്ളൂ. അപ്പൊ അതിനകത്ത് ഒന്നുമില്ലെങ്കിൽ തീർന്നില്ലേ? നീ BPL കാരനാ, പോ, അതൊക്കെ ഒന്നുമില്ലെന്ന് പറയാം. യാ മാസെല്ലാം അടിച്ചു വിട്ടാൽ തീർന്നില്ല ആഖിറത്തില്. നമ്മളെന്ത് ചെയ്യും? ഇവിടെ ന്യായം പറയാൻ എനിക്ക് നിങ്ങൾക്ക് നാവുണ്ട്, അവിടെ ന്യായം പറയാനുണ്ടോ? ആർക്കെങ്കിലും മിണ്ടാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റുമോ? തങ്ങൾ പറഞ്ഞതാ, എല്ലാവരും നിശബ്ദരായിരിക്കുമ്പോ ഞാനായിരിക്കും നാളെ സംഭവം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. നബിയെയും അള്ളാഹയും വേണമെങ്കിൽ അൽഹംദുലില്ലാഹ് ഉപദേശം കേൾക്കിൻ. എനിക്കും അള്ളാഹു അതിനെ തൗഫീഖ്, നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ്. ആരെയും വിഷമിപ്പിച്ചിട്ടോ ഒരാദർശത്തെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നുമല്ല. നമ്മളിത് പറയുമ്പോൾ നമ്മുടെ കൗമിലുള്ളവർക്ക് തന്നെ പിടിക്കൂല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവന്റെ ലക്ഷ്യം അള്ളാഹു അല്ല, റസൂലല്ല. അവന്റെ ലക്ഷ്യം റസൂല് മാവേലിയാണ്. അങ്ങോട്ട് പോയിക്കോ, നീ വയ്ക്കോ, നിന്നെ ആരും നിർബന്ധിക്കുന്നില്ല, നീ വയ്ക്കോ. നബിയെ അവനെ അങ്ങ് വിട്ടേരെ, അവൻ പോകുന്ന വഴിയിൽ അവനെ ഞാൻ വിട്ടേക്കാം.
അവനെ പിടിച്ചു കൊണ്ടുവന്ന് നിർബന്ധിച്ച് ഇതിനകത്ത് അടിച്ചു ഉറപ്പിക്കാനൊന്നും നമ്മളില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വന്നു, നമുക്ക് റഹ്മത്താണ്, കാരുണ്യമാണ്. ഇതുപോലെ ഒരു പ്രവാചകനെ ലോക ചരിത്രത്തിൽ ആർക്കും പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നമുക്കൊക്കെ നേതാവ് ഉണ്ടായിട്ട് നമ്മുടെ നേതാവിന്റെ മുടി എത്ര നരച്ചെന്ന് കണ്ടുപിടിച്ചോ? ആരെങ്കിലും പോയിട്ട് കണ്ടുപിടിച്ചോ? നമ്മുടെ നേതാവിന്റെ മുടി എത്ര നരച്ചിട്ടുണ്ട് കണ്ടുപിടിച്ചോ? റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബത്ത് നബി തങ്ങളുടെ മുടി എത്ര നരച്ചെന്ന് കണ്ടുപിടിച്ച് അതുപോലും അവർ എണ്ണി തിട്ടപ്പെടുത്തി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും റസൂലുള്ളാഹി അവര് ഇഞ്ചോട് ഇഞ്ച് ചാണോട് ചാൺ പിൻപറ്റി. നമ്മൾ ആരെ പിൻപറ്റുന്നു? ലതത്തബിഅന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറഅൻ ബിദിറഅ. നാം മുടി വളർത്തുന്നത് പാശ്ചാത്യ മുടി വളർത്തുന്ന പോലെ, നാം ഡ്രസ്സ് ധരിക്കുന്നത് പാശ്ചാത്യം ഡ്രസ്സ് ധരിക്കുന്നത് പോലെ, നാം പല്ല് തേക്കുന്നത് പാശ്ചാത്യം പല്ല് തേക്കുന്ന പോലെ, നാം തിന്നുന്നത് പാശ്ചാത്യം തിന്നുന്നത് പോലെ അല്ലേ? അല്ലേ ഹബീബേ? കല്യാണത്തിലൊക്കെ പോയി നിന്നും നടന്നല്ലേ ആട് മാട് ഒട്ടകങ്ങൾ തിന്നുന്നത് പോലെ നമ്മൾ തിന്നുന്നത്. നമ്മളും ഗതികേട് കൊണ്ട് ഉസ്താദും തിന്നേണ്ടി വരും. പിന്നെ ആരെങ്കിലും ഉസ്താദിന്റെ കൂടെ വന്ന സെക്രട്ടറിയോ പ്രസിഡന്റോ ഉസ്താദ് അവിടെ ഇരിക്കും, ഞാൻ എടുത്തോണ്ട് തരാമെന്ന് പറയുമ്പോൾ നമ്മളൊരു കസേര ഇങ്ങനെ ഇരിക്കണം, അദ്ദേഹം കൊണ്ടുവരും, കൈവെള്ളയിൽ വെച്ച് നക്കി തിന്നോണ്ടിരിക്കണം. കാലം അങ്ങനെ ആയി പോയി. ആരുടെ സംസ്കാരം? പാശ്ചാത്യ സംസ്കാരം. നോക്കുമ്പോൾ ക്യൂ ഇങ്ങനെ നിൽക്കും. അവിടെയാ വിളമ്പ്, അടുക്കള അവിടെ, ഇവിടെ മൂല ക്യൂ ആണ്. രാവിലെ ചോറ് മേടിക്കാൻ ടോക്കൺ എടുത്ത് ക്യൂ നിൽക്കുന്ന പോലെ കല്യാണത്തിന് പോയിട്ട്. എൻ്റെ കല്യാണത്തിന് വേണ്ട ആവശ്യമുണ്ടോ? ഈ ക്യൂ നിന്ന് നിങ്ങളുടെ വല്ല ഗതികേടുണ്ടോ? പോയി പൈസ കൊടുത്ത് വേറെ മന്തി മേടിച്ച് തിന്നൂടെ? ആണോ ഇല്ല നിങ്ങൾക്ക്? അതിൽ നിന്നും കുറച്ച് തോണ്ടി, ഇതിൽ നിന്നും കുറച്ച് തോണ്ടി, അതിൽ നിന്നും കുറച്ച് തോണ്ടി, അതിൽ നിന്നും കുറച്ച് തോണ്ടി 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 അങ്ങ് അറ്റം വരുമ്പോഴത്തേക്ക് എല്ലാം തീരും തോണ്ടി. യാ അല്ലാഹ്, ഇതൊക്കെ റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ഇതൊക്കെ പാശ്ചാത്യ സംസ്കാരമാണ്, പാശ്ചാത്യന്മാരുടെ സംസ്കാരമാണ്. തൊട കാണിച്ചിട്ട് നിക്കർ വിട്ടിട്ട് വരും. റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹില് തൊട കാണിച്ചിട്ട് നിക്കർ വിട്ടിട്ട് ബർമൂഡ എന്നാണ് പറയാ ഇംഗ്ലീഷിൽ, നിങ്ങളുടെ ഭാഷയിൽ അത് ഇട്ടിട്ട് വരും. നമ്മളൊക്കെ പണ്ടത്തെ ഭാഷയിൽ അണ്ടർവെയർ എന്നാ പറയാ. അത് ഇട്ടിട്ട് വരും. റസൂലുള്ളാഹിയോടുള്ള മഹബത്തിന്റെ പേരിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ തൊട കണ്ടപ്പോൾ റസൂൽ തങ്ങൾ പറഞ്ഞു, അലി തൊട ഔറത്ത മറക്കി 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 തുടമറക്കി. മുട്ടിന് മുകളിലല്ലേ ഇതിട്ടിട്ട് വരുന്നത്? പാപ്പാടെ മുന്നിൽ, ഉമ്മാടെ മുന്നിൽ, പെങ്ങളുടെ മുന്നിൽ. ആരുടെ സംസ്കാരം? റസൂൽ തങ്ങൾ പഠിപ്പിച്ച, അബൂബക്കർ സിദ്ദീഖ് പഠിപ്പിച്ച, ഉമർ അൽ ഫാറൂഖ് പഠിപ്പിച്ച, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പഠിപ്പിച്ച, അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച. ആര് പഠിപ്പിച്ചു? പാശ്ചാത്യം പഠിപ്പിച്ചു. അതിനെ ഞാൻ പിൻപറ്റി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ല, തത്തബിഅന്ന സുനന മൻ കാന ഖബ്ലകും. എന്റെ ഉമ്മത്തികൾ ഒരു കാലം വരും, എന്റെ ഉമ്മത്തികൾ ഇഞ്ചോട് ഇഞ്ച് ചാണോട് ചാൺ അവരവരെ പിൻപറ്റാതെ ലോകം അസ്തമിക്കൂല. എല്ലാവരും തന്നെ അല്ലേ? എല്ലാം അവർ തന്നെ അല്ലേ? സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധപ്പെട്ട് നബിയെ വേണോ? ഷഫാഅത്ത് വേണോ? ഹൗദുൽ കൗസറിലെ വെള്ളം വേണോ? നാളെ നമുക്ക് ആരുമില്ലാതെ വരുമ്പോൾ നമ്മുടെ കൈക്ക് പിടിച്ച് എന്റെ അനുയായിയാണ് അല്ലാഹ്, പ്ലീസ് അവനെ ഒന്ന് രക്ഷപ്പെടുത്തി പഠിച്ചവനെ എന്ന് പറയണോ? റസൂലുള്ളാഹി പിടിക്കും. അതാണ് നമ്മുടെ നേതാവ്. അതിനപ്പുറത്ത് നമുക്ക് വേറൊരു നേതാവ് ലോകത്തിലില്ല. ഇനി ആരെല്ലാം വന്നാലും ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലദ്ദുനിയ യുസീബുഹ. അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, ദുനിയാവ് വേണോ? അത് നിനക്ക് കിട്ടും. അല്ലാഹു റസൂലിനെ വേണോ? അതിനുവേണ്ടി പണിയെടുത്ത അതും കിട്ടും. ഏത് വേണോ നിങ്ങൾക്ക് എടുക്കണം. അല്ലാഹുവിന്റെ റസൂലിനെ മുറുകെ പിടിച്ച് മരിക്കാൻ തൗഫീഖ് തരട്ടെ. സ്വപ്നത്തിൽ കണ്ട് മരിക്കാൻ ഭാഗ്യം തരട്ടെ. ആ സുന്നത്തിനെ ഇത്തിബാഅ് ചെയ്ത് വഫാത്താകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.